ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് സവാള നീളത്തിൽ അരിഞ്ഞത്, 2 ഇടത്തരം സവാളയാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ഇത് ഏകദേശം 2 കപ്പ് സവാളയോളം വരും. പിന്നീട് വേണ്ടിയത് ഒരു ചെറിയ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, കറിവേപ്പില, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത്. മസാലയ്ക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി. ഇത്രയുമാണ് മസാലയ്ക്ക് വേണ്ടിയത്. തേങ്ങാപ്പാലായിട്ട് വേണ്ടി 2 കപ്പ് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. 3/4 കപ്പ് തലപ്പാൽ, 1 കപ്പ് രണ്ടാം പാൽ, 1.5 കപ്പ് മൂന്നാം പാൽ. ഇത്രയും ചേരുവകളാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുവാൻ വേണ്ടിയത്. ആദ്യം ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഈ സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം വഴന്നു കഴിഞ്ഞു. നമ്മളിതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കരിയാപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണിച്ചത് ചേർത്ത് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, 1 ചുവന്ന ഉള്ളി. എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. സവാള നല്ലവണ്ണം വഴന്നു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റേണ്ടതാണ്, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല. ഇതിലേക്ക് മസാല അരച്ചത് ചേർക്കാം. മസാലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. ചിക്കൻ്റെ കളർ മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ചിക്കൻ്റെ കളറെല്ലാം മാറി ഇതിലേക്ക് നമ്മൾ മൂന്നാം പാൽ ഒഴിക്കും. രണ്ടാം പാലിൻ്റെ പകുതിയും കൂടി ഒഴിക്കും. അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കും. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് കഴിഞ്ഞു. രണ്ടാം പാലിലും മൂന്നാം പാലിലും വേവിച്ചതാണിത്. വെള്ളമൊക്കെ നല്ലോണം പറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ വാങ്ങും.
നല്ലോണം തലപ്പാൽ ഒഴിച്ച് നല്ലോണം തിളച്ചു കടുക് വറുത്ത് ഒഴിക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർക്കാം. നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും കമൻറ്റും അറിയിക്കുക.